ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലിൻസീസ് ലിങ്ക് നമ്മൾ കാണാൻ പോകുന്നത് ഓർക്കിഡ് ചെടികൾ പെട്ടെന്ന് പൂക്കാനുള്ള 3 ഫെർട്ടിലൈസേഴ്സാണ്. ഓക്കെ, എത്ര പൂക്കാത്ത ഓർക്കിഡാണ്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരിക്കും ഓർക്കിഡിന്, അല്ലെങ്കിൽ ഒരു പുതിയ ഇല വരാനോ ഒരു പുതിയ പൂ വരാനോ ഒക്കെ അല്ലേ. അപ്പോൾ ഈ 3 ഫെർട്ടിലൈസേഴ്സും നല്ല എഫക്റ്റീവായതാണ്. എത്ര മുരടിച്ച ഓർക്കിഡാണെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ ഓർക്കിഡിന് ഇതേപോലെ പൂവൊക്കെ വന്നു കഴിഞ്ഞുള്ള ഇങ്ങനെ വരുന്ന സ്പൈക്സ് ഉണ്ടല്ലോ, അത് ഉണങ്ങി നിൽക്കുന്നത് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അത് അതിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഫ്ലവർ വന്ന് ഉണങ്ങിപ്പോയതിന് ശേഷം നമ്മൾ ഈ സ്പൈക്സ് കട്ട് ചെയ്ത് മാറ്റണം. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പോലെ അങ്ങ് മുരടിച്ച് നിന്ന ഓർക്കിഡാണ്. പക്ഷെങ്കിൽ ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇതിനൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ചെയ്തപ്പോൾ നല്ല പോലെ അത് ഗ്രോത്ത്, നല്ല പച്ച ഇലയും നല്ലതുപോലെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തേത് ഒരു നാച്ചുറൽ ഫെർട്ടിലൈസേഴ്സാണ്. നമ്മളെല്ലാവരുടെയും വീട്ടിൽ മീൻ വാങ്ങുമല്ലോ. മീൻ വാങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത ഈ വെള്ളമാണ് ഞാൻ ആദ്യം പറയുന്ന ഫെർട്ടിലൈസർ. ഇതിൻ്റെ അകത്ത് ധാരാളം നൈട്രജൻ ഉണ്ട്. ചെടികൾക്ക് പൂക്കാൻ ആവശ്യത്തിനുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ഈ മീനിൻ്റെ വെള്ളത്തിലുണ്ട്. അതായത് മീനിൻ്റെ ഈ രക്തത്തിലുള്ള ഇത് നല്ലൊരു നൈട്രജനാണ്. അതായത് നല്ലപോലെ വളരാൻ ഇത് സഹായിക്കും. അപ്പോൾ മീനിൻ്റെ വെള്ളം അതേപോലെ കൊണ്ടുപോയി നമ്മൾ സ്പ്രേ ചെയ്യരുത്. കാരണം ഉറുമ്പ്, ഇൻസെക്ട്സ് ഒക്കെ വന്ന് നമ്മുടെ ചെടി നശിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ അരിച്ചെടുക്കണം. നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ മീൻ കഴുകിയ വെള്ളം നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ചെറിയ പാർട്ടിക്കിൾസ് ഈ വെള്ളത്തിലുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ ധാരാളം ഉറുമ്പ് വരാനും കുറേ ജീവികൾ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിൽ ഒരു 2 ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം മാത്രമാണ് ഓർക്കിഡ് ചെടികൾക്ക് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതൊരു റെഡി ടു സ്പ്രേ ആയിട്ടുള്ള, നമുക്ക് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റിയ ഒരു ഫെർട്ടിലൈസറാണ്. ഇത് നമ്മൾ ചെടികളുടെ ഇലകളിൽ തളിക്കുന്ന ഒരു വളമാണ്. എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾക്കും പൂക്കളുണ്ടാകുന്നത്, റോസ്, അതുപോലെ തന്നെ ചെമ്പരത്തി, ഓർക്കിഡ്, ഇതിനെല്ലാം പൂ വരാൻ നല്ലപോലെ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ് ഇത്. ഇതിന് ആക്ച്വലി ഒരു 120 രൂപയുണ്ട്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല. ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ജസ്റ്റ് നമ്മൾ ചെടിയുടെ ഇലകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇവിടെ എഴുതിയിട്ടുണ്ട് സ്പ്രേയർ, അതുപോലെ സ്ട്രീം ഓഫ്, ഇങ്ങനത്തെ ഒരു ബട്ടൺ, ഇതാണ് നോബാണ് ഇതുള്ളത്. ഇത് നമ്മൾ സ്പ്രേ എന്ന ഇതിലേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ തരത്തിലുള്ള ഓർക്കിഡുകൾക്കും ഇത് സ്പ്രേ ചെയ്യാൻ വളരെ നല്ലതാണ്. അതായത് ഇത് പൂക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എന്ന് മാത്രമല്ല കുരുമുളകിന് വരെയും ഇത് വളരെ നല്ലതാണ്. നിയോപ്ലസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആക്ച്വലി നമ്മൾ ചെടികളൊക്കെ വാങ്ങുന്ന നേഴ്സറികളിലും ഒക്കെ ഇത് വാങ്ങാൻ കിട്ടും. ഓൺലൈനിൽ നോക്കിയാലും കിട്ടും. അതുപോലെ തന്നെ ഓർക്കിഡ് ബ്ലൂം എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട്. അതും നമ്മുടെ ഓർക്കിഡ് ചെടികൾ പൂ വരാൻ വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ്. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി ഞാൻ ഒരു ഫെർട്ടിലൈസറും കൂടെ കാണിച്ചു തരാം. അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. എസ്പെഷ്യലി ഓർക്കിഡ് ചെടികൾക്കെല്ലാം നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. അവസാനത്താണ് ഞാൻ അടുത്ത ഒരു ഫെർട്ടിലൈസർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ, ഇതിനൊന്നും പൂവില്ലാതെ നിൽക്കുന്നതാണ്. പൂ വരാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വേണം നമ്മളിതൊക്കെ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വിതിൻ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പുതിയ പൂക്കൾ വരുന്നതായിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓർക്കിഡ് ചെടികൾ സാധാരണയായിട്ട് നമ്മൾ ഹാങ് ചെയ്താണല്ലോ, തൂക്കിയിടാറാണ് പതിവ്. അങ്ങനെ തൂക്കിയിടാറുള്ളൂ. അപ്പം നമ്മൾ ഒരു സൺലൈറ്റ്, അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഷെയ്ഡുള്ള ഏരിയയാണ് ഓർക്കിഡ് ചെടികൾക്ക് ഏറ്റവും നല്ലത്. എസ്പെഷ്യലി നല്ല തണുപ്പ്, രാത്രിയിലൊക്കെ നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയയിൽ നോക്കി നമ്മൾ ഈ ഓർക്കിഡ് ചെടികൾ തൂക്കിയിടുകയാണെങ്കിൽ നല്ലപോലെ പൂക്കും. ഞാൻ പറഞ്ഞല്ലോ 3 ഫെർട്ടിലൈസേഴ്സിൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ MSG ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യായിരുന്നു MSG എന്തുവാണ്. അങ്ങനെ കുറേ പേര് ചോദിച്ചു എന്താണ് MSG എന്നൊക്കെ ചോദിച്ചു. MSG എന്ന് പറഞ്ഞാൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്
terminate എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആഹാരത്തിനൊക്കെ ടേസ്റ്റ് വരുത്താൻ വേണ്ടി ചേർക്കുന്ന ഉപ്പ് പോലെ ഇരിക്കുക അല്ലെങ്കിൽ പഞ്ചസാര പോലെയൊക്കെ ഇരിക്കുന്ന തരികളാണ് ഈ MSG എന്ന് പറയുന്നത്. ഇത് ഒരു ചെറിയൊരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ഫെർട്ടിലൈസറായിട്ട് ഓർക്കിഡിന് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് സ്പ്രേ ചെയ്ത് നമ്മൾ ഏത് സ്പ്രേയറിലാണോ എടുക്കുന്നത് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത്, ചെടികൾക്കെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഓർക്കിഡിനാണ് ഇത് നല്ലതുപോലെ എഫക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫെർട്ടിലൈസർ ട്രൈ ചെയ്ത് നോക്കുക. ചെടി ഇത് MSG എന്ന് പറയുന്നത് നമ്മൾ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ചെടികളുടെ റൂട്ടിലും തണ്ടിലും അതുപോലെ തന്നെ ഇലകളിലും ഒക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേരൊക്കെ ഉണങ്ങിപ്പോയതാണെങ്കിൽ നല്ലതുപോലെ വേര് വരാനും അതുപോലെ പുതിയ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ബൈ. See you next video friends.